മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എത്ര വേണമെങ്കിലും കരയുക, പക്ഷേ ആ കരച്ചിൽ നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും അതേ കാരണത്താൽ ഒരിക്കലും കരയാതിരിക്കുവാനുള്ള ശക്തമായ തീരുമാനം എടുത്തിട്ടുണ്ടാകണം. എത്ര വേണമെങ്കിലും കരയുക, മണിക്കൂറുകൾ കരഞ്ഞു പോയേക്കാം, ദിവസങ്ങൾ കരഞ്ഞു പോയേക്കാം, ആഴ്ചകൾ കരഞ്ഞു പോയേക്കാം. ആ കരച്ചിൽ നിർത്തിക്കഴിയുമ്പോൾ ഇനിയൊരിക്കലും അതേ കാരണത്താൽ കരയാതിരിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടാകണം. ഇത് ജീവിതത്തിലെ എല്ലാ ഏരിയകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബാധകമായൊരു തത്വം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സാമ്പത്തികത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എങ്കിലും ബ്രാക്കറ്റിൽ പറയാൻ കഴിയും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏത് കാരണം കൊണ്ടാണോ കരയേണ്ടി വരുന്നത്, ആ കരച്ചിൽ നിർത്തിക്കഴിയുമ്പോൾ പിന്നീട് അതേ കാരണത്താൽ കരയാതിരിക്കാനുള്ള തീരുമാനങ്ങളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകണം. ഇവിടെ നമ്മൾ സാമ്പത്തിക കാര്യമാണ് സംസാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ പറയാൻ കാരണം, ഒരുപക്ഷെ എല്ലാവർക്കും ഇപ്പോഴും അത്രയും ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കില്ല. ഇല്ല, നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ആവശ്യമായ അത്രയും പണമുണ്ടെങ്കിൽ, ആവോളം പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ കരയാനുള്ള സാഹചര്യങ്ങൾ പലതും ഇല്ലാതാകും. അഥവാ ഉണ്ടായാൽ തന്നെ അത് മറികടക്കാൻ കഴിയും, നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. ആവോളം പണമുണ്ട് എന്നുണ്ടെങ്കിൽ 12ഉം 13ഉം വയസ്സുള്ള കൊച്ചുകുട്ടിയാണെങ്കിൽ പോട്ടെ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും 12ഉം 13ഉം വയസ്സുള്ള അറിവായ കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമുക്ക് ഇന്നും ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. സത്യസന്ധമായി പരിശോധിച്ചാൽ അവർക്കൊരു 500 കോടി ആസ്തി ഉണ്ടെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യില്ല. അവർക്ക് പല പരിഹാരങ്ങളും കണ്ടെത്താൻ കഴിയും. ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ പീഡനങ്ങളോ വീണ്ടും ഭയന്നാൽ പോലും അവരെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക്, അവരെ വേദനിപ്പിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു നാട്ടിലോ രാജ്യത്തോ പോവുകയാണെങ്കിൽ അവർക്ക് ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ കഴിയും, ജീവിക്കാൻ കഴിയും. 500 കോടി എന്ന് പറഞ്ഞത് അത്രയും വിശ്വസനീയമായ എമൗണ്ട്, അത്രയും തുകയുണ്ടെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. പക്ഷേ 1, 2, 3, 4 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആ 12ഉം 13ഉം വയസ്സായ കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടുന്ന ആവശ്യകത വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും 1, 2, 3, 4 കോടി രൂപ സമ്പാദിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒട്ടും ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. കാൽക്കുലേറ്റഡ് റിസ്ക്, കണക്ക് കൂട്ടിയെടുക്കുന്ന റിസ്ക് എടുത്തുകൊണ്ട്. കാരണം ഒന്നാമത്തെ ശ്രമമോ രണ്ടാമത്തെ ശ്രമമോ മൂന്നാമത്തെ ശ്രമമോ ഒന്നും വിജയിച്ചു കൊള്ളണമെന്നില്ല. അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ പറയുന്നത് കേട്ടോ, എവിടെയെങ്കിലും കേൾക്കുന്ന മോട്ടിവേഷൻ കേട്ടോ എടുത്തു ചാടുകയല്ല വേണ്ടത്. പക്ഷേ എടുത്തു ചാടാതിരിക്കുകയുമല്ല വേണ്ടത്. 1, 2, 3, 4 ശ്രമങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാമെന്നുള്ള ആ ഒരു ദീർഘവീക്ഷണത്തോടെ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ 2, 3 കോടി രൂപ നേടുക എന്നുള്ളത് ഒരു ന്യായമായ സുരക്ഷിതമായ ലൈഫ്, മറ്റു ഒരു തടസ്സങ്ങളും, അതായത് വളരെ നന്നായി ഒരുപാട് രീതിയിൽ ഒരുപാട് കാരണങ്ങളാൽ കരയേണ്ടുന്ന നിരവധി കാര്യങ്ങൾ മറികടന്നുകൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെ 10 കാശുണ്ടാക്കാൻ കഴിയും, എങ്ങനെ ഇപ്പോഴത്തെക്കാട്ടിലും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തകളിലേക്കാണ് കടക്കേണ്ടത്. ആ ഒരു ചിന്തകളിലേക്ക് കടക്കുമ്പോൾ അത് കഴിയുക തന്നെ ചെയ്യും. ചുറ്റുവട്ടത്തേക്ക് കണ്ണു തുറന്ന് നോക്കുക, ആവശ്യമായ റിസ്ക് എടുക്കുക തന്നെ ചെയ്യുക. കാരണം റിസ്ക് എടുക്കാതെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്കാണ് ആ കരച്ചിൽ ആരംഭിക്കേണ്ടുന്ന ആവശ്യമായ കാരണം വന്ന് ഭവിക്കുന്നത്. ആവശ്യമായ പണമുണ്ടെങ്കിൽ ഏതായാലും ഇനി ഇത് അത്യാവശ്യം മോശമല്ലാതെ ജീവിക്കുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴാണ്. കാരണം നമ്മളെപ്പോഴും ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകാനുള്ള ശ്രദ്ധയില്ലാത്തവർക്കാണ് ആ തട്ടുകേടുകൾ വരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി മോശമല്ലാത്ത അവസ്ഥയിലുള്ളവർക്കും ഇത് ചിന്തോദ്ദീപകം തന്നെയാണെന്ന് കരുതുന്നു. ഏതായാലും കഷ്ടപ്പാടുകൾ ഉണ്ട് എങ്കിൽ പിന്നെ ഇനി ആ പണമുണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലേക്ക്, അവിടെ വരുന്ന തട്ടുകട ഏറ്റുവാങ്ങുകയല്ലേ ഉചിതമെന്ന് ചിന്തിക്കുക. ഏതായാലും കഷ്ടപ്പാടുകളാണ് എങ്കിൽ പിന്നെ ആ പണമുണ്ടാക്കാനുള്ള റിസ്ക് എടുത്ത് അവിടെ ഏറ്റുവാങ്ങുന്ന ആ ഒരു കഷ്ടപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ആ കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി ഭാവിയിൽ ആ കഷ്ടപ്പാടുകൾ വരാതിരിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുകയല്ലേ നല്ലതെന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾ ഭാവിയെക്കുറിച്ച് നന്നായി ശ്രദ്ധയുള്ളവരായിരിക്കുക. കാരണം ബാക്കിയുള്ള ജീവിതം ഭാവിയിൽ തന്നെയാണ്. ഏതായാലും ആ ഒരു ശരിയായ ചിന്തയോടെ നിങ്ങൾ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കും കഴിയും. ആ ഒരു ശരിയായ ചിന്തയോടെ, യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും നിങ്ങൾക്ക് കഴിയും. എത്ര വേണമെങ്കിലും കരയുക, പക്ഷേ കരച്ചിൽ നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒരിക്കലും അതേ കാരണത്താൽ കരയാതിരിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടാകണം. നിങ്ങൾക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.